ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 38 ആണ്. ഉൽപ്പത്തി 38-ാം അധ്യായം. അവിടെ യഹൂദ ചെയ്ത ചില പ്രവൃത്തികൾ, താൻ ചെയ്ത കുറച്ച് തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യഹൂദ നമുക്കറിയാവുന്ന പോലെ യാക്കോബിൻ്റെ ഒരു മകനായിരുന്നു യഹൂദ. അപ്പോൾ ഈ യഹൂദ ആദ്യം അവിടെ ഒരു തെറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, താൻ ഒരു കനാന്യ സ്ത്രീയെ താൻ അവിടെ വിവാഹം കഴിക്കുന്നതായിട്ട് താൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, അതങ്ങ് ചെയ്യരുതെന്നുള്ളത് വ്യക്തമായിട്ട് യാക്കോബിനും പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. പക്ഷേ യഹൂദ ഇവിടെ ആ ഒരു തെറ്റ് ചെയ്തു. ഇവർക്കെല്ലാം അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാമെങ്കിൽ കൂടി ഇവർ പ്രത്യേകിച്ച് നമ്മുടെ യഹൂദയുടെ കാര്യം നോക്കുമ്പോൾ യഹൂദ ഇതൊക്കെ തെറ്റാണെന്ന് അറിയാമെങ്കിൽ കൂടെ താനൊരു കനാന്യ സ്ത്രീയെ താൻ വിവാഹം കഴിച്ച അന്യജാതിക്കാരിയായുള്ള ആളെ താൻ വിവാഹം കഴിക്കാനിടയായി തീർന്നു. അങ്ങനെ അതിലൂടെ തനിക്ക് 3 ആൺമക്കളുണ്ടാകുവാനിടയായി തീർന്നു. എന്നുള്ള ഒരാൾ, ഓനാൻ ഉണ്ടായിരുന്നു, പിന്നെ ഷേല, ഇങ്ങനെ 3 പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം അവരെ നിഗ്രഹിച്ച് കളഞ്ഞു എന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർ കനാന്യ സ്ത്രീയിലൂടെ യഹൂദയ്ക്ക് മക്കളുണ്ടായെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ളത് അവരൊക്കെയും വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യത്തെ മകനെ നോക്കുകയാണെങ്കിൽ, എന്നുള്ള മകനെ നോക്കുകയാണെങ്കിൽ, ആ ഏറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ദൈവം അങ്ങ് ഇല്ലാതാക്കി കളയുകയായിരുന്നു ദൈവം അവിടെ ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൻ്റെ കാര്യം വരുമ്പോഴും ഈ ആദ്യത്തെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ വൈഫ് കല്യാണം കഴിച്ചതും ഇതുപോലെ തന്നെ, ആദ്യത്തെ മകൻ കല്യാണം കഴിച്ചതും ഈ കനാന്യ സ്ത്രീ തന്നെ. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ദൈവത്തിൻ്റെ കോപം വന്നിട്ടാണ് ദൈവം ആ ഏറിനെ ഇല്ലാതാക്കാനായിട്ട് ഇടയായത്. അങ്ങനെ താമാർ ഏറിൻ്റെ വൈഫായി താമാറിനെ പിന്നെ രണ്ടാമത്തെ മകനിലൂടെ മക്കളുണ്ടാകുവാനായിട്ട് യഹൂദ കാര്യങ്ങൾ പറയുന്നു. അപ്പം അതും ആ രണ്ടാമത്തെ മകൻ്റെ കാര്യം വരുമ്പോഴും അദ്ദേഹത്തിനും അത്ര വലിയ താല്പര്യം ഇല്ലാതെയായിരുന്നു താൻ അത് ചെയ്തത്. തനിക്കറിയാം ഒരു മകൻ ഉണ്ടായാലും അത് തൻ്റെ ചേട്ടൻ്റെ മകൻ എന്നുള്ള രീതിയിൽ അത് വരികയുള്ളൂ എന്നറിയായിരുന്നു. പക്ഷേ താൻ എന്ത് ചെയ്തു? താൻ അതിന് നോ പറഞ്ഞ താൻ ആ സെക്ഷൽ പ്ലഷറിൽ താനത് ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ താനാണെങ്കിൽ അതിലൂടെ ഒരു സന്തതി കൊടുക്കുവാനായിട്ട് തനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവിടെ വെച്ച് തന്നെ നിഗ്രഹിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മകനെ ദൈവം ഇല്ലാതാക്കിയത് താൻ ഒരു അന്യജാതിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ മകനെ ദൈവം ഇല്ലാതാക്കി. രണ്ടാമത്തെ മകനെ ഇല്ലാതാക്കാൻ കാരണം തൻ്റെ ചേട്ടൻ്റെ വൈഫിലൂടെ ചേട്ടന് മക്കളുണ്ടാകുന്ന രീതിയിലേക്ക് അത് ചെയ്യാതെ തന്നെ സെക്ഷൽ പ്രഷർ താൻ എടുക്കുകയും ചെയ്തു. പക്ഷെ താൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുകയും കൂടെ ചെയ്ത് കണ്ടപ്പോൾ അത് ദൈവത്തിന് പിന്നെ കോപം വരുവാനിടയായി താൻ അദ്ദേഹത്തിനെയും ഓനാനെയും അതുപോലെ തന്നെ ദൈവം ഇല്ലാതാക്കി. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മകൻ, അത് കൊച്ചൊരു പയ്യനായിരുന്നതുകൊണ്ട് യഹൂദ താമാറിനോട് പറയുന്നുണ്ട്, വലുതാകട്ടെ, ആ പയ്യനൊന്ന് വലുതായിക്കോട്ടെ, ഷേല ഒന്ന് വലുതായിക്കോട്ടെ, അതിനുശേഷം അതിലൂടെ എനിക്ക് മകനെ തരാമെന്ന് ഇങ്ങനെ പറയുന്നു. പക്ഷേ ശരിക്കും ആ ഒരു ഉദ്ദേശം ശരിക്കും യഹൂദയ്ക്ക് ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ താമാറിൻ്റെ താമാറിൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ പോയി താമാർ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ താമാറിന് ഒടുവിൽ മനസ്സിലായി ഇത് ഇങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു കാര്യം താമാറിന് മനസ്സിലായി. അതുകൊണ്ടാണ് താമാർ ഒരു കുബുദ്ധി പ്രയോഗിച്ച് തൻ്റെ മക്കളെ ലഭിക്കുവാൻ താൻ പ്രവർത്തിച്ചത്. അത് മറ്റൊന്നുമല്ല, ശരിക്കും യഹൂദയിലൂടെ തന്നെ ആ മക്കളെ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പ്ലാൻ അവിടെ താമാർ ചെയ്യുകയാണ്. കാരണം യഹൂദ അവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് കരുതി താമാറുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും അതിലൂടെ മക്കൾ വരാനിടയായി തീർന്നു. അപ്പോൾ താമാർ ആ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം താമാറിൻ്റെ വീട്ടിലേക്ക് പോയി. യഹൂദയെ താമാറാണ് തിരിച്ചറിഞ്ഞുമില്ല. കാരണം താമാർ ആ മുഖമെല്ലാം മുഖം മൂടി വെച്ചിരുന്നത് കൊണ്ട്, മറച്ചു വെച്ചിരുന്നത് കൊണ്ട് അത് ശരിക്കും അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ്
യഹൂദ വിചാരിച്ചത്. പക്ഷെ അത് താമാറായിരുന്നു. താമാർ അതിലൂടെ കൺസീവ് ആയി കഴിഞ്ഞപ്പോഴും യഹൂദയ്ക്ക് ഒരു ന്യൂസ് കിട്ടി ഇതുപോലെ താമാർ കൺസീവ് ആയെന്നുള്ളത്. അപ്പോൾ ശരിക്കും ആ ഒരു ജഡ്ജ് ചെയ്യാനായിട്ട് അങ്ങനെ താമാറിനോട് സംസാരിക്കുമ്പോഴാണ് താമാർ പറയുന്നത് ഇതങ്ങനെ മറ്റൊരു രീതിയിൽ വന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് യഹൂദയുടെ മകനാണെന്ന് തെളിയിക്കാണ്ട് യഹൂദ കൊടുത്ത സിഗ്നറ്റ് റിങ്ങും എല്ലാം കാണിച്ചുകൊണ്ട് അവിടെ അങ്ങ് തെളിയിക്കുകയാണ്. കാരണം ആ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ആ സമയത്ത് അതിന് മുമ്പായിട്ട് ഒരു പ്ലെഡ്ജ് ചെയ്യുന്നതായിട്ട് അവിടെ ഒരു വേതനം പോലെ ഇത് കൊടുക്കുന്നതായിട്ടും ഒരു പ്ലെഡ്ജ് ചെയ്യുന്നതിനായിട്ട് താൻ തൻ്റെ ആ ഒരു സിഗ്നറ്റ് റിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് പിന്നീട് താമാർ കാണിച്ചിട്ട് താമാർ അവിടെ പ്രൂവ് ചെയ്യുകയാണ് എനിക്ക് മറ്റൊരു രീതിയിലല്ല യഹൂദയിൽ നിന്നാണ് ഇങ്ങനെ ഗർഭം ഉണ്ടാകാൻ ഇടയായിട്ടിരുന്നത് എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിലൂടെ ഗർഭം ഉണ്ടാകുന്നു, അങ്ങനെ ഗർഭിണിയാവുന്നു. താൻ ഇഷ്ടകളെ 2 മക്കളെ താൻ അവിടെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പെറേസ് ആദ്യമേ ഒരു കുട്ടി വന്ന ആ കുട്ടിയുടെ കയ്യിലോട്ട് നൂല് കെട്ടിക്കഴിഞ്ഞപ്പോൾ നേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു വയറ്റാട്ടി എന്ന് പറയുന്ന സ്ത്രീ ഒരു നൂല് കെട്ടിയപ്പോൾ മറ്റേ കുഞ്ഞകത്തിട്ട് വലിഞ്ഞപ്പോൾ അതിൻ്റെ മറ്റേ സഹോദരൻ ആ തുഴി ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചാടി കയറി വന്നതുകൊണ്ട് മറ്റേ തൻ്റെ സഹോദരനെ അവിടെ തള്ളി നീക്കി മറ്റേ ആൾ ചാടി വന്നുകൊണ്ട് ആൾക്ക് പെറേസ് എന്നുള്ള ഒരു പേര് അവിടെ ഇടുകയാണ്. ഈ പെരേസിലൂടെയാണ് പിന്നീട് യേശു ക്രിസ്തുവിൻ്റെ ആ വംശാവലി വരുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിവാഹബന്ധം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ച പോലെ തന്നെ വിവാഹബന്ധം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിശ്വാസമായിട്ട് ചെയ്യാൻ നമ്മൾ പാടില്ല എന്നുള്ളൊരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഥവാ നമ്മളതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പല കോൺസിക്വൻസും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം അത് കൂടുതൽ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ടേ അത് സാധ്യതയുള്ളൂ. കാരണം നമ്മൾ പിന്നീട് നമുക്ക് യഹൂദയ്ക്ക് അതിലൂടെ മക്കളൊക്കെ ഈ ദൈവത്തെ പ്രോപ്പറായിട്ട് അറിഞ്ഞ വ്യക്തികളായിരുന്നില്ല. അവരൊക്കെ പിന്നെ കനാന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചും ഒക്കെയാണ് അവരങ്ങനെ ആയിത്തീർന്നത്. അതപ്പോൾ നോക്കുമ്പോൾ അത് ആ ഒരവസ്ഥ അതങ്ങനെ വരും എന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിശ്വാസികളുമായിട്ടുള്ള നമുക്ക് വിവാഹം പോലുള്ള ബന്ധങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതൊരു ഒരു ഹാർഡ് നോ ആയിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് വളച്ചൊടിക്കാൻ ഒന്നും സാധിക്കില്ല. ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് വിവാഹബന്ധം നമുക്ക് അവിശ്വാസികളോട് പാടില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ എത്ര തെറ്റിപ്പോയാലും നമ്മൾ എത്ര മോശമായിട്ടുള്ള അവസ്ഥ നമ്മൾ കാരണം വന്നാൽ നമ്മുടെ പല ചോയ്സസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളതിന് പല ബാഡ് ചോയ്സസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിൻ്റെ കൂടെ ദൈവത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ട് വർക്ക് അറൗണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ യഹൂദ ഈ തെറ്റൊക്കെ ചെയ്തു. പക്ഷേ ഈ പെരേസിലൂടെയാണ് യേശു കർത്താവിൻ്റെ ആ വംശാവലി അവിടെ വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ആ തെറ്റുകളൊക്കെ സംഭവിച്ചെങ്കിൽ കൂടി അതിലൂടെയും കൂടെ ഒരു നല്ലതും കൂടെ കൊണ്ടുവരുവാനായിട്ട് അതിലൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കൊണ്ടുവരാണ്ട് ദൈവത്തിന് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് ദൈവത്തിന് ഇതുപോലെ നമ്മളിപ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത് പോയെന്ന് പറയുന്നത് ദൈവത്തിന് അതിലൂടെ ഒരു നല്ല കാര്യം കൊണ്ടുവരാൻ വരുമെന്ന് സാധിച്ച് നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യാനായിട്ട് അത് ലൈസൻസ് ആക്കി എടുക്കുവാനും പാടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു കോൺസിക്വൻസ് അതിൻ്റെ ദൈവമക്കളാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ശിക്ഷ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രം